ഏറ്റവും കൂടുതൽ CPM-ന് സ്വാധീനമുള്ള മണ്ണാണ്, ഏറ്റവും കൂടുതൽ CPM-ന് ശക്തിയുള്ള മണ്ണാണ്. ആ മണ്ണിലാണ് 6 റൗണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിറകിൽ നിന്നത് എന്നുള്ളത്, അത് കേരളത്തിലൊരു പിണറായി വിരുദ്ധത ഏറ്റവും കൂടുതൽ അലയടിച്ചത് ധർമ്മടത്താണ് എന്നുള്ളതിൻ്റെ സൂചനയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തേക്ക് വരുമ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു തിരഞ്ഞെടുപ്പ് ഫലമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധർമ്മടത്തെ തിരഞ്ഞെടുപ്പ് ഫലമായിരുന്നു. 6ാമത്തെ റൗണ്ട് എണ്ണിത്തീരുന്നതുവരെ മുഖ്യമന്ത്രി പിന്നിൽ പോകുന്നൊരു കാഴ്ച, 7ാം റൗണ്ട് എണ്ണിത്തീരുന്നതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നിൽ പോകുന്നൊരു കാഴ്ച. അതിനുശേഷമാണ് അദ്ദേഹം ഒരു ആശ്വാസകരമായ ലീഡിലേക്കെങ്കിലും എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയെ വിറപ്പിച്ച VP അബ്ദുൾ റഷീദ് നമ്മളോടൊപ്പം ചേരുകയാണ്. എന്തായാലും വലിയൊരു പോരാട്ടമായിരുന്നു. ആദ്യഘട്ടത്തിൽ വിജയിക്കുമെന്നുള്ള കോൺഫിഡൻസ് പ്രകടിപ്പിക്കുമ്പോഴും ഒരു കേൾക്കുന്ന ആളുകൾക്ക് അത് വിശ്വാസയോഗ്യമായിരുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അത് തെളിഞ്ഞു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, തുടക്കത്തിൽ ലീഡ് നേടും, നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്ന് പറഞ്ഞത്. പക്ഷേ പ്രചരണത്തിന് കുറച്ച് സമയം കിട്ടിയുള്ളൂ. അതിൻ്റെ ഒരു പ്രയാസം ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. ആദ്യഘട്ടത്തിൽ പ്രചരണം നടത്തിയ മേഖലകളാണ്, പ്രത്യേകിച്ച് ചെമ്പിലോട്, അഞ്ചരക്കണ്ടി, വേങ്ങാട്, പെരളശ്ശേരി, 4 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പ്രചരണം നടന്നത്. ആ മേഖലകളിലാണ് വലിയ തരത്തിലുള്ളൊരു മുന്നേറ്റം, എന്താ പറയുക, ഒരു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മുന്നേറ്റം. ലീഡ് കിട്ടുമെന്ന് അറിയായിരുന്നു, പക്ഷേ ഇത്തരത്തിൽ അത് ഒരു തരത്തിലാണ് എന്ന് ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ പ്രതീക്ഷിച്ച മേഖലയിൽ, അതായത് അമിതാത്മവിശ്വാസം കൊണ്ട് പ്രചരണത്തിൽ അധികം പോകാത്തൊരു മേഖല ഉണ്ടായിരുന്നു. ആ മേഖലകളിൽ കുറച്ച് പ്രയാസവും നേരിട്ടു. എന്തായാലും വലിയ അഭിമാനകരമായ ഒരു മുന്നേറ്റം തന്നെയാണ്. ഇത് ധർമ്മടത്തിലെ ജനങ്ങളുടെ വിജയമാണ്. ഞാനത് സ്ഥാനാർത്ഥി എന്ന നിലയിൽ അഭിമാനത്തോടു കൂടി പറയുന്നു. ജനങ്ങൾ ആഗ്രഹിച്ചതാണ്. ധർമ്മടത്ത് ഓരോ വോട്ടർ എടുത്ത് പോകുമ്പോൾ പിണറായിനെ തോൽപ്പിക്കണം എന്ന് പറയുന്ന CPM പ്രവർത്തകർ വരെയുണ്ട്. ഞങ്ങളുടെ പാർട്ടി നിലനിൽക്കണമെങ്കിൽ പിണറായി വിജയൻ തോൽക്കണം. അങ്ങനെയാണ് ഒരു പ്രവർത്തകനോട് പറഞ്ഞത്, ഞങ്ങളുടെ പാർട്ടി നിലനിൽക്കണമെങ്കിൽ പിണറായി വിജയൻ തോൽക്കണം. അങ്ങനെ പറഞ്ഞ് വോട്ട് ചെയ്ത എത്രയോ CPM-ൻ്റെ പ്രവർത്തകരുണ്ട്. ഏതായാലും ഒരു അത്ഭുതകരമായ, ഇന്ത്യയിലെ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഞെട്ടലോടുകൂടി കേട്ട ഒരു വാർത്തയാണ് 6 റൗണ്ട് പിണറായി വിജയൻ പുറകിൽ എന്നുള്ളത്. ധർമ്മടത്തെ ജനങ്ങളോട് നന്ദി പറയാണ്. ഈ 10 വർഷക്കാലം തൊട്ടിൽ കിടക്കുന്ന പിഞ്ചു കുഞ്ഞു മുതൽ വന്യവയോധിക വരെ ഈ സർക്കാരിൻ്റെ, ഈ ഭരണത്തലവൻ്റെ പിണറായി വിജയൻ്റെ ക്രൂരതയ്ക്ക് ഇരയായ ആളുകളുടെ പ്രാർത്ഥനയാണ്, അതിൻ്റെ ഒരു പ്രതിഫലനമാണ്. തീർച്ചയായും ജനത്തോട് ചെയ്ത സകല തെറ്റും അത് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കാൻ, മാപ്പ് പറയാൻ പിണറായി വിജയൻ തയ്യാറാകണം. ഈ ജനവിധി ഉൾക്കൊണ്ടുകൊണ്ട് മാപ്പ് പറയാൻ പിണറായി വിജയൻ തയ്യാറാകണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഈ സമയത്ത് പറയാനുള്ളത്. 2021 തെരഞ്ഞെടുപ്പിൽ 4000 വോട്ടായിരുന്നു ചെമ്പിലോട് പഞ്ചായത്തിൽ LDF-ന് ലീഡ്. തൊട്ടടുത്ത അഞ്ചരക്കണ്ടി പഞ്ചായത്തിൽ 2000 വോട്ടിൻ്റെ ലീഡ് ഉണ്ടായിരുന്നു. 3000-ന് അടുത്ത് വോട്ടിൻ്റെ ലീഡ് ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് വരുന്ന വേങ്ങാട് പഞ്ചായത്തിലും നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പെരളശ്ശേരിയിൽ വലിയ ലീഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അത്തരം ഒരു വലിയ ലീഡിലേക്കൊന്നും ഏത് പഞ്ചായത്തിലേക്കും എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അവസാനത്തെ ധർമ്മടവും പിണറായിയും അല്പം ഒന്ന് ഒഴിച്ചു നിർത്തിയാൽ. അത് തന്നെ ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു, പിണറായി വിരുദ്ധ തരംഗം ഏറ്റവും കൂടുതലുള്ളത്, ഞാനത് തുടക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു, ഇവിടെ നമുക്ക് ജയിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. പിണറായി വിരുദ്ധ തരംഗം ഏറ്റവും കൂടുതലുള്ളത് ധർമ്മടത്താണ്. കാരണം ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം ഒരിക്കൽ പോലും ആ മണ്ഡലത്തിൽ ഇറങ്ങിയിട്ടില്ല, അദ്ദേഹം ഇറങ്ങി നടന്നിട്ടില്ല. അദ്ദേഹം ജനങ്ങളുടെ ഒരു കാര്യത്തിലും അദ്ദേഹം കുറച്ച് തീരുമാനം എടുക്കുന്നു, അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ജനങ്ങളുടെ ഒരു പ്രയാസത്തിലോ പ്രശ്നത്തിലോ അദ്ദേഹം ഈ 10 വർഷം ഇടപെട്ടിട്ടില്ല. ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അത് CPM പ്രവർത്തകരാണ് പറയും, സ്ഥലം ഞങ്ങൾ ജയിപ്പിച്ചിട്ട് MLA ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പരാതി പറയുന്ന എത്രയോ CPM പ്രവർത്തകർ. അവിടങ്ങളിലൊക്കെ ഞാൻ കടന്നുപോയി. നേരത്തെ പറഞ്ഞ ഒരു പഞ്ചായത്തും, 8 പഞ്ചായത്തും ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. ഈ ചെമ്പിലോട് പഞ്ചായത്താവട്ടെ, അഞ്ചരക്കണ്ടി പഞ്ചായത്താവട്ടെ, വേങ്ങാട് പഞ്ചായത്താവട്ടെ, പെരളശ്ശേരി പഞ്ചായത്ത്, ഇതൊന്നും ഒരു കാലത്തും കോൺഗ്രസ് ഭരിച്ചിട്ടില്ല, UDF ഭരിച്ചിട്ടില്ല. പിണറായി പാറപ്പുറം ഉൾപ്പെടുന്ന പാർട്ടി പിറന്ന മണ്ണാണ്. സഖാവ് ആയിലത്ത് കോറ്റേരി ഗോപാലൻ എന്ന ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ AKജിയുടെ ജന്മം, അദ്ദേഹത്തിൻ്റെ തറവാട് ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഏറ്റവും കൂടുതൽ CPM-ന് സ്വാധീനമുള്ള മണ്ണാണ്, ഏറ്റവും കൂടുതൽ CPM-ന് ശക്തിയുള്ള മണ്ണാണ്. ആ മണ്ണിലാണ് 6 റൗണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിറകിൽ നിന്നത് എന്നുള്ളത്, അത് കേരളത്തിലൊരു പിണറായി വിരുദ്ധത ഏറ്റവും കൂടുതൽ അലയടിച്ചത് ധർമ്മടത്താണ് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ധർമ്മടത്ത് ഞാൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ധർമ്മടത്തേക്ക് മാറേണ്ടി വന്ന ഒരാളാണ് ഞാൻ. 5 വർഷം മുമ്പ് തളിപ്പറമ്പിൽ മത്സരിച്ചു. 5 വർഷവും ആ ജനങ്ങളോടൊപ്പം അവരുടെ സുഖദുഃഖങ്ങളിൽ സജീവമായി നിന്നൊരാളാണ്. ചോദിക്കാനിരിക്കുന്നത്, കാരണം തളിപ്പറമ്പിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, അന്ന് ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി അല്ല, പക്ഷേ എങ്കിൽ കൂടിയും ആ തരത്തിൽ അവിടെ കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് അവിടെ ആ സമയത്ത് ഭൂരിപക്ഷം പകുതിയാക്കി കുറച്ചു. 5 വർഷം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. ആ മണ്ഡലത്തിലെ എല്ലാ ഇടങ്ങളിലും വളരെ സജീവമായി നിന്നു. അവിടെ നിന്ന് അപ്രതീക്ഷിതമായിട്ടാണ് ധർമ്മടത്തേക്ക് പോകുന്നത്. സ്വാഭാവികമായും അവസാന ഘട്ടത്തിൽ ഇത്തരമൊരു തീരുമാനം വന്നപ്പോൾ അത് നമ്മളൊക്കെ അറിയുന്നത് വളരെ നേതൃത്വത്തിൻ്റെ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് അവിടത്തേക്ക് മാറി എന്നുള്ളത്. പക്ഷെ അത് മാനസികമായി ചില പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഒഴിച്ചു നിർത്തിയാൽ ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. പാർട്ടി തീരുമാനമല്ല, എന്നെ KSU ഭാരവാഹി ആയിരിക്കെ തന്നെയാണ് തളിപ്പറമ്പിൽ, അത് വലിയ അംഗീകാരമായിരുന്നു.
തളിപ്പറമ്പിൽ മത്സരിക്കാൻ അയച്ചത്. പക്ഷേ ആ തീരുമാനത്തോട് നീതി പുലർത്തിയിട്ടാണ് 4 ലക്ഷത്തോളം വോട്ട്. അന്ന് ഇടതുപക്ഷ തരംഗമായിരുന്നു. CM ഇവിടെ 50,000 ജയിക്കുന്നു, 60,000-ന് ശൈലജ ടീച്ചർ ജയിക്കുന്നു, 50,000 വോട്ടിന് കല്യാശ്ശേരിയും പയ്യന്നൂരും ജയിക്കുന്നു, അഴീക്കോട് നമ്മൾ 5,000 വോട്ടിന് തോൽക്കുന്നു, കണ്ണൂർ ഭൂരിപക്ഷം കൂടുന്നു, തലശ്ശേരി BJP സ്ഥാനാർത്ഥി ഇല്ലാതിരുന്നിട്ട് കൂടി ഷംസീർ 36,000 വോട്ടിന് ജയിക്കുന്നു. ആ തരംഗത്തിൻ്റെ ഇടയിലും അവിടുത്തെ 4 ലക്ഷത്തോളം ഭൂരിപക്ഷം കുറക്കാനും 20,000-ലധികം വോട്ട് ഷെയർ കൂട്ടാനും സാധിച്ചത് അത് വലിയൊരു അഭിമാന പോരാട്ടമായിരുന്നു. അപ്പോൾ അന്ന് ജനങ്ങളോട് കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ വാക്ക് പാലിക്കാനായി 5 വർഷവും കുറേ സമരങ്ങളും അതുപോലെ തന്നെ ജനകീയ പ്രശ്നങ്ങളിലും ഇടപെട്ട് അവരുടെ സുഖദുഃഖങ്ങളിൽ നിരന്തരം അവിടെ ഉണ്ടായിരുന്നു. ഈ തീരുമാനം എന്നെ വിളിച്ചറിയിക്കുന്ന സമയത്ത് ഞാൻ തളിപ്പറമ്പ് മുനിസിപ്പൽ ചെയർമാൻ സുബൈർ ഖാൻ്റെ കൂടെ വോട്ടർ പട്ടിക ഇങ്ങനെ തരംതിരിക്കുന്ന ഒരു പ്രവർത്തനത്തിലായിരുന്നു. അപ്പോൾ എന്നോട് KPC പ്രസിഡന്റാണ് പറയുന്നത്, പിന്നെ തളിപ്പറമ്പിൽ, അപ്പോൾ ഞാനിങ്ങനെ നേതൃത്വത്തോട് ചോദിച്ചിരുന്നു തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ തളിപ്പറമ്പിൽ ഇങ്ങനെ ഒരു തീരുമാനമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് അറിയിച്ചു. അപ്പോൾ മത്സരിക്കണം, മറ്റൊരു മണ്ഡലത്തിൽ മത്സരിക്കണം, അത് പറയാമെന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം തന്നെ തീരുമാനം അറിയിച്ചു. അതിനുശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഇത് നേതൃത്വം കൂട്ടായി എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം ശരിയെന്നുള്ളത് കാലം തെളിയിച്ചു. കാരണം തളിപ്പറമ്പിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. ബഹുമാനായ ശ്രീ KC വേണുഗോപാൽ MP, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ബഹുമാനായ KPC പ്രസിഡന്റ്, എല്ലാവരും കൂടി ഒരുമിച്ചുണ്ടാകുന്ന സമയത്താണ് എന്നെ ഇത് ഇൻഫോം ചെയ്യുന്നത്. പാർട്ടി തീരുമാനമാണ്, സ്വാഭാവികമായും ധർമ്മടത്ത് മത്സരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷപൂർവ്വം അത് ഏറ്റെടുത്തു. പക്ഷേ സമയം കുറച്ച് കിട്ടിയുള്ളൂ, 14 ദിവസമേ കിട്ടിയുള്ളൂ. ഈ ചെറിയ സമയത്ത്, കാരണം ധർമ്മടം ഒരു വലിയ മണ്ഡലം കൂടിയാണ്. അപ്പോൾ പ്രചരണത്തിന് സമയം കിട്ടിയെടുത്തൊക്കെ നമുക്ക് ലീഡ് നേടാൻ സാധിച്ചു. കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ ഒരു ധർമ്മടത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്ന ഒരു വിധി ഉണ്ടാവുമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരത്തെക്കാൾ പിണറായി വിരുദ്ധ വികാരമായിരുന്നു. തീർച്ചയായും അതാണ് ധർമ്മടത്ത് പ്രതിഫലിച്ചത്. പിണറായി വിരുദ്ധ മനോഭാവമാണ്. അതിനകത്ത് എത്രയോ പേരുണ്ട്. ഒരു പ്രസവ വേദനയായിട്ട് വോട്ട് ചെയ്യാൻ പോയ ഒരു പെൺകുട്ടിയുണ്ട്. അതുപോലെ തന്നെ മരിച്ചതിന് ശേഷം ചടങ്ങ് തീരുന്നതിന് മുമ്പ് വന്ന് വോട്ട് ചെയ്ത വീട്ടുകാരുണ്ട്, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുണ്ട്. അങ്ങനെ എത്രയോ CPM ഓഫീസുകളിൽ ഞാൻ കയറിപ്പോയപ്പോൾ എന്നോട് CPM-ൻ്റെ പ്രവർത്തകർ പറഞ്ഞ്, നമ്മുടെ പാർട്ടി, എൻ്റെ പാർട്ടി നിലനിൽക്കണമെങ്കിൽ പിണറായി വിജയൻ തോക്കണം, പിണറായി വിജയൻ തോക്കണമെങ്കിൽ നിങ്ങൾ ജയിക്കണം എന്ന് പറഞ്ഞ് എത്രയോ CPM പ്രവർത്തകരുണ്ട്. ഒരുപക്ഷെ അവരുടെയൊക്കെ അതൊക്കെ പറയുമ്പോൾ അതിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്ന ഒരു പിണറായി വിരുദ്ധ തരംഗം അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത് ധർമ്മടത്താണ്. അതിന് 30,000-ഓളം വോട്ട് കുറഞ്ഞു. 50,000-ൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് 10 വർഷം സ്ഥല MLA എല്ലാ രാഷ്ട്രീയ അധികാരം വെച്ച് മുഖ്യമന്ത്രിയായ അദ്ദേഹത്തിൻ്റെ പിണറായി പാറപ്പുറം ഉൾപ്പെടുന്ന ധർമ്മടത്തിൽ 30,000 വോട്ട് കുറയുകയും അദ്ദേഹം 6 റൗണ്ട് പിറകിൽ പോവുകയും ചെയ്തു. UDF-ൻ്റെ വോട്ട് ഷെയർ അതിഭീകരമായിട്ട് കൂടി അത് 70,000-ലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇതൊരു വലിയ ശുഭസൂചനയാണ്. തീർച്ചയായും UDF-ന് അഭിമാനകരമായ ഒരു പോരാട്ടം തന്നെയാണ് ധർമ്മടത്തുണ്ടായത്. രാഷ്ട്രീയപരമായി UDF ധർമ്മടത്ത് വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയാനുള്ളത്. പാർട്ടി പിറന്ന മണ്ണ് പിണറായി, പാർട്ടി അവസാനിച്ച മണ്ണും പിണറായി ആവുമോ? തീർച്ചയായും പിണറായി വിജയൻ ഇനിയും ഭരണാധികാരിയായി തുടർന്നിരുന്നെങ്കിൽ അങ്ങനെ കേൾക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ട് പാർട്ടി പിറന്ന മണ്ണിൽ പാർട്ടിയെ അവസാനിപ്പിക്കാൻ പിണറായി വിജയനെ രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് മാറ്റണമെന്ന സാധാരണക്കാരായ CPM പ്രവർത്തകരുടെ തീരുമാനമാണ് അവിടെ നടപ്പിലായത്. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ ഒരു പോരാട്ടത്തിൻ്റെ ഒരു പോർമുഖത്തേക്ക് ധർമ്മടം മണ്ഡലം മാറിയത്. തീർച്ചയായും ജയത്തിലേക്ക് എത്തിയില്ലെങ്കിലും ജയിക്കുന്ന തരത്തിനകത്തുള്ള ഒരു റിസൾട്ട്, കരുത്തുറ്റ റിസൾട്ട് അവിടെ ഉണ്ടായി. എന്തായാലും ധർമ്മടത്തെ ജനങ്ങളോട് നന്ദി പറയാണ്. പാർട്ടി നേതൃത്വത്തോടും അവിടുത്തെ ധർമ്മടത്തെ UDF-ൻ്റെ നേതാക്കന്മാരോടും പ്രവർത്തകരോടും നന്ദി പറയാണ്. ധർമ്മടത്തെ ജനങ്ങളുടെ ഏത് ആവശ്യത്തിനും, തളിപ്പറമ്പിൽ നിന്നതുപോലെ തന്നെ ധർമ്മടത്തെ ജനങ്ങളുടെ ഏത് സാധാരണക്കാരുടെ ആവശ്യത്തിനും അവരുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുകയാണ്. പ്രവർത്തന കേന്ദ്രം തളിപ്പറമ്പിൽ നമുക്കൊരു ഉദാഹരണം, തളിപ്പറമ്പായിരിക്കുമോ ധർമ്മടമായിരിക്കും, അങ്ങനെ ഏതെങ്കിലും ഒരു? ഞാൻ തളിപ്പറമ്പിലെയും ധർമ്മടത്തെയും 2 നിയോജക മണ്ഡലങ്ങളിലെ ജനങ്ങളോട് ബാധ്യതയുള്ള ഒരാളായിട്ട് ഞാൻ മാറുകയാണ്. കാരണം 2 സ്ഥലത്തെയും ജനങ്ങളുടെ വോട്ട് വാങ്ങിയ ഒരാളാണ്. 2 സ്ഥലത്തെയും ജനങ്ങൾ വലിയ തരത്തിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും തളിപ്പറമ്പിലും ധർമ്മടത്തിലെയും ജനങ്ങളോട് ജീവിതകാലം മുഴുവൻ നന്ദിയും കടപ്പാടുള്ള, കാരണം അവരോട് വോട്ട് വാങ്ങിയ ഒരാളാണല്ലോ. നമ്മൾ വോട്ട് വാങ്ങുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞ പോലെ കടക്ക് പുറത്തുനിന്നോ അല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിക്കാനൊന്നും പറയാൻ കഴിയില്ലല്ലോ. അവരുടെ വീടുകളിൽ പോയി സാധാരണ വോട്ട് ഒരു കരാറാണ്. നമ്മളൊരു വോട്ട് വാങ്ങിയാൽ ജീവിതകാലം മുഴുവൻ അവർക്ക് കടപ്പെട്ടിരിക്കണം. ആ ബോധ്യത്തിൽ 2 മണ്ഡലങ്ങളിലെയും ജനങ്ങളോടൊപ്പം ഉണ്ടാവും. ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടാവും. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിലുണ്ടാവും. വലിയൊരു അംഗീകാരം എന്ന പാർട്ടിയുടെ നേതൃത്വത്തോടും പാർട്ടി അണികളോടും എന്നും കടപ്പെട്ട ഒരു സാധാരണ പ്രവർത്തകനായി കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് സജീവമായി ഉണ്ടാവും. ലഭിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ്. സ്വാഭാവികമായി ഒരു ഫൈറ്റർ എന്ന രീതിയിൽ കൃത്യമായ രീതിയിൽ പരിഗണന ലഭിക്കേണ്ടുന്ന ഒരാൾ കൂടിയാണ് അബ്ദുൾ റഷീദ്. എന്താണ് അങ്ങനെയൊന്നുമില്ല. പാർട്ടി എന്ത് ചുമതല തന്നാലും, സംഘടനാ രംഗത്തായാലും അല്ലെങ്കിൽ ഏത് ചുമതല തന്നാലും അത് നിർവഹിക്കും. പാർട്ടി നേതൃത്വത്തോട് നന്ദിയുണ്ട്. കാരണം ഇത്തരം ഒരു സാഹചര്യം എനിക്ക് കിട്ടിയത് നേതൃത്വം എടുത്ത തീരുമാനമാണ്. ഒരുപക്ഷെ സീറ്റ് എത്രയോ അർഹതയും യോഗ്യതയുണ്ടായിട്ട് സീറ്റ് കിട്ടാത്ത നേതാക്കന്മാരും പ്രവർത്തകരും ഉണ്ട്. എന്നെക്കാൾ യോഗ്യതയുള്ളവരും കഴിവുള്ളവരുണ്ട്. അവരൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ചെറിയ പ്രായത്തിൽ 2 തവണ അതും 2 പ്രധാനപ്പെട്ട വ്യക്തികളോട് മത്സരിക്കാൻ അവസരം തന്നതിൽ പാർട്ടിയോട് നന്ദിയുണ്ട്. ഏത് ചുമതല തന്നാലും ഇനിയും അത് നിർവഹിച്ച് മുന്നോട്ട് പോകും. തളിപ്പറമ്പിലെയും ധർമ്മടത്തിലെയും ജനങ്ങളെ ഏതാവശ്യത്തിനും അവരോടൊപ്പം തന്നെ നിൽക്കും.
എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ അല്ലെങ്കിൽ വലിയ ഒരു കോൺഫിഡൻസോടുകൂടി മത്സരിക്കുകയും ആ മത്സരത്തിനൊടുവിൽ വളരെ അത്രയും അഭിമാനകരമായിട്ടുള്ള ഒരു തോൽവി എന്ന് പറയാം, അല്ലെങ്കിൽ തല ഉയർത്തി തന്നെ തോൽക്കുക എന്നത് സാങ്കേതികമായി പറയുമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാങ്കേതിക പദാവലിയാണെങ്കിൽ കൂടിയും ആ തോൽവി ഒരു ജയത്തിന് തുല്യമാണ് എന്ന് തന്നെയാണ് ധർമ്മടത്തെ അബ്ദുൾ റഷീദിൻ്റെ തോൽവിയിലൂടെ വ്യക്തമാവുന്നത്. മുഖ്യമന്ത്രി തോറ്റതിന് എന്നുള്ളതാണ് അബ്ദുൾ റഷീദ് പറഞ്ഞു വെക്കുന്നത്. ഇനിയും പോരാട്ടം തുടരും. അത് എത്ര വലിയ എതിരെയാണെങ്കിൽ കൂടിയും അത് പോരാട്ടം തുടരും. ഭരണരംഗത്തും അതുപോലെ തന്നെ സംഘടനാ രംഗത്തും ചുമതലകൾ നൽകിയാലും ഇല്ലെങ്കിലും ഒക്കെ പാർട്ടി നൽകുന്ന ഏത് ഉത്തരവാദിത്വവും നിർവഹിക്കുമെന്നുള്ള കാര്യം കൂടി അബ്ദുൾ റഷീദ് വ്യക്തമാക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ലിബേശ്വർ വൈഷിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ കണ്ണൂർ.